സീസൺ 6 ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് കുരു പൊട്ടിക്കുന്ന ടീമുകള് വൻ കോമഡിയാണ് കേട്ടോ. ജിൻഡോയ്ക്ക് PR ആയിരുന്നേ, PR-ന്റെ ബലത്തിലാണേ ജയിച്ചത്. വിന്നറിന്റെ കൂടെ ഫോട്ടോ ഇട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ ഭൂമി ഇടിഞ്ഞു വീഴുമോ? പിന്നെന്താണ്, ഞാൻ എന്തിന് എക്സൈറ്റഡ് ആവണം? അയാൾക്ക് കപ്പ് കിട്ടിയെങ്കിൽ അയാൾക്ക് കൊള്ളാം, എനിക്കെന്തോ സന്തോഷം, എന്നോട് എന്തിനാണ് സന്തോഷം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. എനിക്ക് ഒരു സന്തോഷവും ഇല്ല. അതിനകത്ത് തന്നെ ഉണ്ടാകുന്ന ചിലരുടെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. അതാണ് ഇതിനകത്തെ കോമഡി. അസൂയ ആണെന്ന് മാത്രം നിങ്ങൾ പറയരുത്. കാരണം ഇതൊരു തരം കരച്ചിലാണ്. കരഞ്ഞു കൂയി മെഴുകി നടക്കാൻ മാത്രമേ ഇവന്മാരെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ എന്നത് നമ്മൾ ഈ സീസണിൽ ഓൾറെഡി കണ്ടതാണ്. എന്തൊക്കെ കോൺസ്പിറസി ആയിരുന്നു. ജിൻഡോയെ കൊണ്ട് കപ്പ് തൊടിയിപ്പിക്കത്തില്ല, അവനെന്തോ മലമറിക്കും, എന്നിട്ട് എന്തെങ്കിലും നടന്നോ? അർജുനും ജാസ്മിനും ഒന്നും ജയിക്കാത്തതിന്റെ കരച്ചിൽ തന്നെയാണ് നമ്മൾ ഈ 2 ദിവസമായിട്ട് കാണുന്നത്. ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞത് പിന്നെ അതും പല രീതിയിലാണെന്നേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ ഞാൻ പറയാത്ത ബായിക്കും അവരുടെ ആ ഒരു ടീമും ഈ ഒരു ടീമിന് വരെ ഉണ്ട് നല്ല രീതിയിൽ വിഷമം ജിൻഡോ കപ്പടിച്ചതില്ല. അവരത് പ്രകടിപ്പിച്ച് വീണ്ടും വൈറലാവാൻ നിൽക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇതെന്താ സംഭവം എന്നറിയാമോ? താൻ എന്തോ വലിയ സംഭവമാണെന്ന് അവര് സ്വയം ചിന്തിച്ചു വെച്ചു അകത്ത് വെച്ചിട്ട് ഭയങ്കര പ്ലാനിങ് ഒക്കെ നടത്തി. എന്താ പറയാ, ജയിക്കും, ടോപ്പ് 1 ടോപ്പ് 2, നീ ടോപ്പ് 1 ഞാൻ ടോപ്പ് 2, എന്നിട്ട് പുറത്തിറങ്ങിയപ്പോ നെഗറ്റീവോട് നെഗറ്റീവ്. അപ്പൊ അതാണ് സംഭവം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. അഭിപ്രായം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും വൈറലാവും. അതിനകത്ത് വെച്ച് പറഞ്ഞത് പിന്നെ ഈ ഒരു അഭിപ്രായ മാറ്റവും ചേർത്ത ആളുകൾ റീൽസ് ഉണ്ടാക്കി വിടും. അതിലും നല്ലത് അഭിപ്രായത്തിൽ ഉറച്ചു വന്നിട്ട് ഈ പറഞ്ഞ പോലെ ജിൻഡോയുടെ മണ്ടയ്ക്ക് കുതിര കയറുന്നതാണ്. ജിൻഡോ വേറുള്ളവരെ പോലെ അല്ലല്ലോ. ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ട് ഇറക്കി സോഷ്യൽ മീഡിയയിൽ കിടന്ന് തല്ലുണ്ടാക്കാനൊന്നും പുള്ളി നിൽക്കത്തില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം ഒരുപാട് ലിമിറ്റേഷൻസിനെ തരണം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്താണ് ജിൻഡോ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. പിന്നെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. കോണ്ടന്റ് ആളുകളിലേക്ക് എത്തി അവരത് കണ്ടാൽ മാത്രമേ ഈ പറയുന്ന സാമ്പത്തിക ലാഭം നമ്മളെപ്പോ ഉള്ളവർക്ക് ഉണ്ടാവത്തുള്ളൂ. അതും ബിഗ് ബോസ് കോണ്ടന്റുകൾ ചെയ്യുന്ന ചാനൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കോണ്ടന്റ് ചെയ്യുന്ന ആളുകളെ ഫോക്കസ് ചെയ്ത് തന്നെ വീഡിയോ ചെയ്യത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഏത് ചാനൽ വേണേലും എടുത്ത് നോക്കിക്കോ. ഈ രീതിയിൽ ഫോക്കസ് ചെയ്ത് കോണ്ടന്റ് ചെയ്യുന്ന എത്രയോ ചാനലുകളുണ്ട്. ബിഗ് ബോസിനകത്ത് പോകുന്ന മത്സരാർത്ഥിയുടെ മിടുക്കാണ് അതൊക്കെ. എങ്ങനെ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നു, അല്ലെങ്കിൽ എങ്ങനെ പ്രേക്ഷകരെ തന്റെ PR ആക്കുന്നു എന്നത്. ഞാനൊക്കെ ഒരു സാധാരണ പ്രേക്ഷകനെ പോലെ, ഒരു സാധാരണക്കാരനെ പോലെ തുറന്നടിച്ച് പറയുന്ന ഒരാളാണ്. അല്ലാതെ നിഷ്പക്ഷനല്ല, ന്യൂട്രൽ ആയ ഒരു വ്യക്തിയെ അല്ല ഞാൻ. ഫേവറിസം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും ജിൻഡോ കപ്പടിച്ചു. യു ഗൈസ് ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും വിയോജിപ്പുണ്ടേലും അയാൾ കപ്പടിച്ചു. കഷ്ടപ്പെട്ട് പട്ടിപ്പണി എടുത്ത് തന്നെയാണ് നേടിയത്. അത് ഈ സീസൺ 100 ദിവസം കണ്ടവർക്ക് അറിയാം. അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ മാറി ഇരുന്ന് മോങ്ങിക്കോ, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അകത്തും പുറത്തും ഉണ്ടായിരുന്ന കണ്ണാപ്പികളോടും പിന്നെ ഈ പറഞ്ഞ തല്ലുള്ളികളോടും ഒക്കെയാണ് ഞാൻ പറയുന്നത്. ആരൊക്കെയാണ് ഉദ്ദേശിച്ചത് മനസ്സിലാക്കി കാണുമല്ലോ. കണ്ണാപ്പിയും തല്ലുള്ളിയും ഒക്കെ മാറി ഇരുന്ന് മോങ്ങിക്കോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.